SFIO റിപ്പോർട്ടിന്മേൽ തുടർ നടപടികൾ പാടില്ലെന്ന് ഹൈക്കോടതി. 2 മാസത്തേക്ക് തുടർ നടപടികൾ പാടില്ലെന്ന് കോടതി. CMRL ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. 2 മാസത്തേക്ക് തുടർ നടപടികൾ വേണ്ട എന്നതാണ് നിർദ്ദേശം. സാലി മുഹമ്മദാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുള്ളത്. സാലി, കോടതി നിരീക്ഷണം എന്തൊക്കെയാണ്? എന്തൊക്കെ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വിധി? അതായത് SFIO റിപ്പോർട്ടിന്മേൽ തുടർ നടപടികൾ സ്വീകരിക്കാനുള്ള വിചാരണ കോടതിയുടെ തീരുമാനം ചോദ്യം ചെയ്താണ് CMRL ഹൈക്കോടതിയെ സമീപിച്ചത്. ആ ഹർജിയാണ് ഇന്ന് അടിയന്തരമായി കോടതി പരിഗണിച്ചത്. ആ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നത് CMRL ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നത് ഈ വിചാരണ കോടതിയുടെ തുടർ നടപടികളെല്ലാം റദ്ദാക്കണം എന്നുള്ളതാണ്. കാരണം തങ്ങളുടെ ഭാഗം കേൾക്കാതെയാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് വിചാരണ കോടതി കടന്നത്, എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി കടന്നത്. അതിൽ ഹൈക്കോടതി ഇടപെടണം, തുടർ നടപടികളെല്ലാം സ്റ്റേ ചെയ്യണം എന്നുള്ളതായിരുന്നു. ആ ഹർജിയാണ് കോടതി ഫയലിൽ സ്വീകരിച്ചിട്ട് കോടതി പറഞ്ഞത് ഇപ്പോൾ എന്താണോ സ്റ്റാറ്റസ് കോ, എന്താണോ സ്ഥിതി, ആ തൽസ്ഥിതി തുടരണം എന്നുള്ളതാണ്. 2 മാസത്തേക്ക് ഒരു തുടർ നടപടികളും ഉണ്ടാവാൻ പാടില്ല എന്നും വിചാരണ കോടതിക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം കേന്ദ്ര സർക്കാരിനും നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇക്കാര്യത്തിൽ എതിർ സത്യവാങ്മൂലം സമർപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അതായത് ഇപ്പോഴത്തെ സാഹചര്യം എന്താണോ അത് തുടരണം എന്നുള്ളതാണ്. അപ്പൊ 2 മാസത്തേക്ക് തുടർ നടപടികൾ പാടില്ല. ഈ ഹർജിയിൽ ഹൈക്കോടതി വിശദമായി വാദം കേൾക്കും. വാദം കേട്ട ശേഷം വെക്കേഷന് ശേഷം ഈ ഹർജി വീണ്ടും പരിഗണിക്കും. അതിലൊരു തീർപ്പ് വരുന്നത് വരെ ഇപ്പോഴെന്താണോ സ്റ്റാറ്റസ്, ആ സ്റ്റാറ്റസിൽ നിൽക്കണം എന്നുള്ളതാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് CMRLനെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമാണ് ഇന്നത്തെ കോടതി ഇടപെടൽ എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം SFIO സംബന്ധിച്ചിടത്തോളം ഇതൊരു തിരിച്ചടിയും കൂടിയാണ്. ഈ സമർപ്പിച്ച റിപ്പോർട്ടിന്മേൽ തുടർ നടപടികളിലേക്ക് കടക്കാനാണ് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി തീരുമാനിച്ചത്. അങ്ങനെയാണെങ്കിൽ ഈ കർത്ത ഉൾപ്പെടെയുള്ള 13 പ്രതികൾക്കും കോടതി സമൻസ് അയക്കുമായിരുന്നു. അതിന്റെ തുടർ നടപടികളിലേക്ക് കടക്കാമായിരുന്നു. പക്ഷേ ഇന്ന് ഹർജി ഫയലിൽ സ്വീകരിച്ചതോടുകൂടി ആ കാര്യത്തിൽ ഇനി വിചാരണ കോടതിക്ക് തുടർ നടപടികളിലേക്ക് കടക്കാൻ കഴിയില്ല. സമൻസ് അയക്കുന്നത് ഉൾപ്പെടെയുള്ള ഒരു നടപടിയും തുടർന്ന് സ്വീകരിക്കാൻ കഴിയില്ല. ഇപ്പൊ ഹർജിക്കാരൻ CMRLന്റെ ഉടമയായ കർത്തയുമാണെങ്കിലും ഈ കേസിൽ SFIO ഉൾപ്പെടുത്തിയ 13 പേരും ഇതിന്റെ ആനുകൂല്യം ലഭിക്കും എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതായത് SFIO വിചാരണ കോടതിയിൽ സമർപ്പിച്ച ഈ റിപ്പോർട്ട്, ഈ അന്തിമ റിപ്പോർട്ടിന്മേലുള്ള എല്ലാ തുടർ നടപടികളും കോടതി തടഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോഴെന്താണോ ഇതുവരെ സ്വീകരിച്ചത് അതിൽ അവസാനിപ്പിക്കുക. ബാക്കി ഇപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഹർജി വിശദമായി പരിഗണിച്ച ശേഷം അതിലൊരു തീർപ്പ് വരുന്നവരെ ഒരു തുടർ നടപടിയും പാടില്ല. കേസിൽ തൽസ്ഥിതി തുടരട്ടെ എന്നാണ് ജസ്റ്റിസ് TR രവി സിംഗിൾ ബെഞ്ച് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. സാലി, CMRL അവരുടെ ഭാഗം കേട്ടിട്ടല്ല കീഴ്ക്കോടതി വിധി ഉണ്ടായിരിക്കുന്നത് എന്ന വാദമാണല്ലോ ഉയർത്തിയത്. അപ്പോൾ അതിന്റെ വസ്തുത ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാമല്ലോ ഈ കോടതി നടപടി. അതായത് കോടതി ഹർജി വിശദമായി തന്നെ പരിശോധിച്ചു, വിശദമായി തന്നെ വാദവും കേട്ടു. കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകൻ പറഞ്ഞത് ഇപ്പോൾ ഒരു ഇടപെടൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ല. ഇതൊരു സാധാരണ നടപടിക്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ CMRLന്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടിയ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു കക്ഷിയുടെ വാദം കേൾക്കാതെ, ഭാഗം കേൾക്കാതെ അതിൽ തുടർ നടപടി സ്വീകരിക്കുന്നത് ക്രിമിനൽ നടപടിച്ചട്ടത്തിന് വിരുദ്ധമാണ് എന്നുള്ളതായിരുന്നു. ഇതെല്ലാം വിശദമായി തന്നെ കോടതി കേട്ടു. അതിനുശേഷമാണ് കോടതി ഇപ്പോൾ ഇടക്കാല ഉത്തരവായി ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിൽ പറയുന്നതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തുടർ നടപടികളൊന്നും 2 മാസത്തേക്ക് പാടില്ല. യഥാർത്ഥത്തിൽ 2 മാസം എന്നുള്ളത് കോടതി ഈ ഹർജി കേട്ട് ഫയൽ സ്വീകരിച്ച ഹർജി കേട്ട് അന്തിമ വിധി വരുന്നത് വരെയുള്ള ഒരു കാലഘട്ടമാണ്. അത് 2 മാസം കൊണ്ട് തീർന്നില്ലെങ്കിൽ അത് നീണ്ടുപോകും എന്ന കാര്യം ഉറപ്പാണ്. സാധാരണ ഹൈക്കോടതിയിൽ അത്തരം സ്റ്റേ ഉത്തരവുകളെല്ലാം തീർപ്പ് വരുന്നത് വരെയാണ് എന്ന് പറയുന്നതെങ്കിലും 2 മാസം എന്നാണ് കോടതി വാക്കാൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അത് യഥാർത്ഥത്തിൽ ഈ ഹർജി തീർപ്പാകുന്നതുവരെ ഇനി SFIOയ്ക്ക് ഇക്കാര്യത്തിൽ ഒരു തുടർ നടപടിയിലേക്കും കടക്കാൻ കഴിയില്ല. വിചാരണ കോടതി എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിക്കും ഇക്കാര്യത്തിൽ ഒരു തുടർ നടപടി സ്വീകരിക്കാൻ കഴിയില്ല. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഹർജി സമർപ്പിച്ചത് CMRL ആണെങ്കിലും CMRLന്റെ ഹർജിയിലാണ് കോടതി വാദം കേട്ട് ഇപ്പോൾ ഇന്ററിംഗ് ഓർഡർ പറഞ്ഞതെങ്കിലും ഈ കേസുമായി ബന്ധപ്പെട്ട് SFIO ഉൾപ്പെടുത്തിയിരിക്കുന്ന 13 പേർക്കും ഇതിന്റെ ആനുകൂല്യം ലഭിക്കും എന്നുള്ളതാണ്. അതായത് ഈ കുറ്റപത്രം എന്ന് SFIO പറയുന്ന അല്ലെങ്കിൽ ഈ റിപ്പോർട്ടിന്മേൽ തുടർ നടപടി പാടില്ല എന്ന് പറഞ്ഞാൽ ഈ എതിർകക്ഷികളായി ചേർത്തിരിക്കുന്ന ഒരാൾക്കെതിരെയും ഒരു നടപടിയും ഇനി SFIOയ്ക്ക് സ്വീകരിക്കാൻ കഴിയില്ല. എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിക്ക് സമൻസ് അയക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാനും കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.